ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററാണ്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കോമൺ ഡിഫറൻസ് കാണാനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ കാണുക, അതിനുശേഷം നമ്മൾ ഈ വീഡിയോ കാണുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാൻ ഒരു സീക്വൻസ് ചെയ്തിട്ട് 2, 4, 6, 8, 10, 12 ഇങ്ങനെ എഴുതി പോയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തുവാ ഇത്രയും ലെറ്റേഴ്സ് ഇട്ട് ഉപയോഗിക്കാം. ഇതാ എ എന്ന് പറഞ്ഞാലും എന്താ ഫസ്റ്റ് ടൈമാണ്, എഫ് എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ടൈമാണ്, അല്ലെങ്കിൽ എന്തുവാ T1 എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ടൈമാണ്, X1 എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ടൈമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ T-ലും X-ലും മാത്രം പറഞ്ഞാൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് T2 സമയം എന്തെന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ T3 സമയം എന്തുവാ എന്ന് പറഞ്ഞിട്ടാ, ഒന്നുകിൽ എന്തുവാ X-ൽ പേര് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്ത് സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്തുവാ T2 എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് T2 സമയം എത്ര 4 എന്ന് പറഞ്ഞിട്ടാം, അല്ലെങ്കിൽ എന്തുവാ X2 സമയം എന്തുവാ 4 എന്ന് പറഞ്ഞിട്ടാം. അത് നിങ്ങൾ X-ലോ T-ലോ ഏത് വേണമെങ്കിലും കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഇത് നിങ്ങളെ പരീക്ഷയ്ക്ക് അല്ല മാത്രമല്ല ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനമാണിത്. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമിന് സാധാരണ നമ്മൾ X1 എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ടൈമിന് പറയുന്ന വേറൊരു പേരാണ് X1 + D. അതായത് X1ൻ്റെ കൂടെ D ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടൈം കിട്ടുന്നത്. ഓക്കെ, മൂന്നാമത്തെ എന്തോ X1ൻ്റെ കൂടെ 2 തവണ D ആഡ് ചെയ്യുമ്പോൾ നമുക്ക് X3 കിട്ടും. അപ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, X1 എന്ന് പറഞ്ഞാൽ X1 തന്നെയാണ്, X2 എന്ന് പറഞ്ഞാൽ എന്താണ് X1 + എന്താണ് D ആണ്. അതുപോലെ X3 എന്ന് പറഞ്ഞാൽ എന്തോ X1 + 2D. ഇത് എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയാമോ, ഓരോ ടേം പറയുമ്പോഴും അതിനകത്ത് X1 അതിനകത്ത് അങ്ങ് ആഡ് ചെയ്യണം. അതിനുശേഷം എത്രാമത്തെ ടേമാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് സെക്കൻഡ് ടേമാണ്, ഇത് പറയാം, ഇതിപ്പോൾ തേർഡ് ടേമാണ്. ആ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ച് പറയുക, 2D എന്ന് പറഞ്ഞ് എഴുതുക. ഇതിപ്പോൾ ഫോർത്ത് ടേമാണ് ഉണ്ടോ, 1, 2, 3, 4. അപ്പോൾ ഇവിടെ നമ്മൾ X1 + 3D എന്ന് പറഞ്ഞ് എഴുതുക. അങ്ങനെ ആകുമ്പോൾ അഞ്ചാമത്തെ ടേം എന്ത് വരും, 1, 2, 3, 4. ഇത് അഞ്ചാമത്തെ ടേം, നമുക്ക് എങ്ങനെ എഴുതാം പറ, X1 + എങ്ങനെ 4D എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ എന്നല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ടേമുകളും കണ്ടുപിടിക്കുന്നത്. ഓക്കെ എന്നല്ലോ. ഇതിനകത്ത് ഇപ്പം രണ്ടാമത്തെ ടേമാണ്. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്ര X1 + 2 വരെ അതിൻ്റെ എന്തുവാ ഒന്ന് കുറയ്ക്കും, അതായത് 1 ഇവിടെ ഉണ്ടെന്നാണ്. അതാണ് X1 + D എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി പോയെങ്കിൽ ഇപ്പോൾ 10ാമത്തെ ടേം എന്തെന്ന് പറഞ്ഞ് എഴുതാം നമുക്ക്. X1 അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചോണം. ഇവിടുത്തെ X1 അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. X1 + പിന്നെ അതിൽ ഒന്ന് കുറച്ചങ്ങ് എഴുതിയാൽ മതി, എത്ര 9D. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ 21ാമത്തെ ടേം എന്തെന്ന് പറഞ്ഞ് എഴുതാൻ പറ. X1 + എത്രയാണ് 20D എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ ഏത് ടേമാണോ ചോദിക്കുന്നത് അതിൻ്റെ കൂടെ അത് നമ്മൾ എഴുതുന്നതിന് ഇപ്പോൾ ഒന്ന് കുറച്ചങ്ങ് എഴുതിയാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് 100ാമത്തെ ടേമാണ് കാണുന്നതിനോ X100 = എന്തുവാ X1 + എത്ര 99D എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റിനകത്ത് ഇതിപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇത് 1, 2, 3, 4 ഇത് അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 12 ആണ് ഈ അടുത്ത നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇത് ഇക്വേഷൻ ഉപയോഗിച്ചെന്ന് കണ്ടുപിടിക്കാം. ഈ 12 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേമാണ്, 1, 2, 3, 4, 5, 6. ആറാമത്തെ ടേമാണ്, 6th ടേമാണ് എന്തെന്ന് പറയുന്നത്, ഈ 12 എന്ന് പറയുന്നത്. നമ്മളിതിവിടെ എഴുതിയതുകൊണ്ട് നമുക്ക് 12 ആണെന്ന് മനസ്സിലാവാൻ പറ്റി. ഇപ്പോൾ X6 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, അതാണല്ലോ X6 എന്ന് പറഞ്ഞാൽ എന്തുവാ 6ാമത്തെ ടേം ഉണ്ടല്ലോ. X5 ഇതെന്തുവാ X6 അല്ലെങ്കിൽ T6 എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. ഇപ്പോൾ X6 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ, X1 + എന്തുവാ 5D എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ ആണല്ലോ. 5D എന്ന് ഒന്ന് കുറച്ച് എഴുതും. X1 അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് X1ന് പകരം കൊടുക്കണം നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്ന ഈ ഫസ്റ്റ് ടേം എടുത്ത് കൊടുക്കുക. അതാണല്ലോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇത്രയും പേരുകളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ് കേട്ടോ. പ്ലസ് ഇനി 5 × എന്ന് പറഞ്ഞാണ് 5 × എന്നാണ്. 5 × Dക്ക് പകരം കൊടുക്കാം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്, 4 × 2 2, 6 × 4 2 ആണല്ലോ. ആ 2 ഇവിടെ കൊടുത്തു കേട്ടോ. നമ്മളിതിനെ സോൾവ് ചെയ്യുക. 2 + എത്ര 2 10. ആൻസർ എത്ര കിട്ടും 12. അപ്പോൾ X6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 12 കണ്ടോ. നമ്മൾ എഴുതിയാലും 12 തന്നെ കിട്ടും, സോൾവ് ചെയ്താലും നമുക്ക് എന്താ 12 എന്ന് പറഞ്ഞിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന് 25ാമത്തെ ടൈം ഇങ്ങനെ എഴുതി പോകുമ്പോൾ 25ാമത്തെ ടൈം നമുക്കപ്പോൾ എഴുതി കണ്ടുപിടിക്കുക നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം. X25ാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ എന്താ X25. അപ്പോൾ X25 എങ്ങനെ കാണുന്നത്, X25 സമയം എങ്ങനെയാ X1 + എത്ര 24D എന്ന് പറഞ്ഞ് എഴുതും. X1 അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിൽ നിന്ന് ഒന്ന് കുറച്ചങ്ങ് എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം X1ന് വരെ 2 എന്ന് പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് ഇവിടെ 2 ആണല്ലോ X1 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം 24 × D എന്ന് പറഞ്ഞ് എഴുതുക. D എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റിൽ എത്ര 2 ആണ്, നമ്മളിവിടെ ചെയ്തതാണ്. അതിനെടുത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിനെ സോൾവ് ചെയ്യുക. ഒരു കാരണവശാലും ഇതും കൂടെ എടുത്ത് ആഡ് ചെയ്ത് വെക്കരുത് കേട്ടോ. നമ്മൾ ബോട്ട് മാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ബോട്ട് മാസ് കണ്ടോ. അതിൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ അഡിഷൻ വരുന്നത് കേട്ടോ. മൾട്ടിപ്ലൈ ആദ്യം ചെയ്യുക. അപ്പോൾ നമ്മൾ 2 + എത്ര ഇത് × എത്ര 48. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 50. അപ്പോൾ ഇങ്ങനെ എഴുതി വരുമ്പോൾ നമുക്കിവിടെ 50 എന്ന് പറഞ്ഞ ടേം കിട്ടും. അത് എത്രാമത്തെ ടേമായിട്ടാണ് വരുന്നത്, 25ാമത്തെ സ്ഥാനം എത്തുമ്പോൾ 50 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കിട്ടുമെന്നാണ് ഇതിനർത്ഥം. അല്ലെങ്കിൽ 25ാമത്തെ പദമാണ് എന്തുവാ 50. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 100ാമത്തെ ടേം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ എഴുതി പോകുമ്പോൾ 100ാമത്തെ പദം എത്ര എങ്ങനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഇപ്പോൾ X100 സമം എത്ര X1 + 99D എന്ന് പറഞ്ഞ് കൊണ്ടെഴുതും. മനസ്സിലായോ. ഈ X1നും Dക്കും വരെ 2 അങ്ങ് കൊടുക്കും. കാരണം ഇവിടുത്തെ X1 എന്ന് പറയുന്നത് 2 ആണ്, D എന്ന് പറയുന്നത് 2 ആണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. X1 എന്ന് പറയുന്നത് 2 ആണ്, D എന്ന് പറയുന്നത് 2 ആണ്. അത് രണ്ടും എടുത്തിനകത്തുണ്ട്. അപ്പോൾ 2 + എത്ര 99 × എത്ര 2 എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 2 + 20 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും 198 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 198 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇത് രമ്യ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 200 എന്ന് പറഞ്ഞ് കിട്ടും. മനസ്സിലായല്ലോ. അതിനർത്ഥം 100ാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ് 200 എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് T100 എന്ന് വേണമെങ്കിൽ കൊടുത്ത് ചെയ്യാം. T100 = T1 + എത്ര 99D എന്ന് പറഞ്ഞ് എഴുതാം.
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ടേമാണോ തരുന്നത് അത് x1 ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, 1 കുറച്ചെഴുതുക, അത്രയേ ഉള്ളൂ.